ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി തൃശ്ശൂരിലെത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ, പ്രകടനങ്ങൾ, പൊതുയോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൊച്ചി കോർപ്പറേഷനിലായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പരിപാടി. അതിനു മുൻപ് കൊച്ചി പ്രസ് ക്ലബ്ബിൽ മുഖാമുഖമുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ തത്സമയം തന്നെ കണ്ടിട്ടുണ്ടാകും. ഇന്ന് തൃശ്ശൂരിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. PS സാരംഗ് കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം തൃശ്ശൂരിൽ നിന്നും സാരംഗ്, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി തൃശ്ശൂരിലെത്തുകയാണ്. നിരവധി കാര്യങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിച്ചും പറയാനുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിലാണ് തൃശ്ശൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഡിസംബർ 11-നാണ് തൃശ്ശൂരിൽ വോട്ടെടുപ്പ്. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് തൃശ്ശൂരിന് സംസാരിക്കാനുള്ളത്? വിനീഷ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു സംവാദ പരിപാടി നടത്തുന്നത്. അതായത് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസ് ക്ലബ്ബിലാണ് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ അതിൻ്റെ തുടക്കമായിരുന്നു. എറണാകുളം പ്രസ് ക്ലബ്ബിലായിരുന്നു ഇന്നലെ അതിന് തുടക്കം കുറിച്ചത്. ഇന്ന് 11 മണിയോടെ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. പ്രധാനമായും സമകാലിക രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ച തന്നെയായിരിക്കും നടക്കുക. പ്രധാനമായും കൃത്യമായിട്ടുള്ള ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി മുഖ്യമന്ത്രി നൽകും. ഒന്ന്, ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, SIR, ED സമൻസ് തുടങ്ങി ഒട്ടനവധി രാഷ്ട്രീയ വികാസങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവങ്ങളാണ് ഇതിനോടകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി നൽകും. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്. അതിലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി അല്ലെങ്കിൽ 4:30 കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുപരിപാടി ശക്തൻ നഗറിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ശക്തൻ നഗറിൽ സംഘടിപ്പിച്ചിട്ടുള്ള പൊതുപരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിനുശേഷം വിവിധ ജില്ലകളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ സംവാദ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുശേഷം മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് നീക്കും. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഡിസംബർ 11-നാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 3 മുന്നണികളും സജ്ജമായി കഴിഞ്ഞു. LDFിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്നിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് LDFിൻ്റെ മാതൃക. അത്തരത്തിലുള്ള വിശദമായിട്ടുള്ള പ്രചരണങ്ങളും മറ്റ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെ കോടികൾ മുടക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നഗരസഭ, അതായത് കോർപ്പറേഷനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് എടുത്തു പറയേണ്ടത് ലാലൂരിലെ IM വിജയം സ്റ്റേഡിയം തന്നെയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം കോടികൾ മുടക്കിക്കൊണ്ട് ചെലവാക്കി. അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, അത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ തൃശ്ശൂർ ശക്തൻ നഗറിലുള്ള ആകാശപാത, അതുപോലെ തന്നെ ഗുരുവായൂരുള്ള മാലിന്യ പ്ലാന്റ്, അങ്ങനെ അടിസ്ഥാന വികസനങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇടതുപക്ഷ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രസ് ക്ലബ്ബിൽ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിനീഷ. ശരി, ഏതായാലും മുഖ്യമന്ത്രിയെ കേൾക്കാൻ കാത്തിരിക്കുക തന്നെയാണ് തൃശ്ശൂർക്കാർ. നിരവധി വിഷയങ്ങൾ ഇന്നലെ കൊച്ചിയിൽ മുഖാമുഖം പരിപാടിയിലും നിരവധി വിഷയങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ കൃത്യമായി മുഖ്യമന്ത്രി എങ്ങനെയാണ് മറുപടി പറഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ഇന്ന് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിലുണ്ട്. വൈകിട്ടാണ് പൊതുയോഗം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട പൊതുയോഗം ഇന്ന് വൈകിട്ടാണ് നടക്കാനിരിക്കുന്നത്.